അപ്പോൾ ഇന്ന് എനിക്ക് എക്സാം ഉണ്ട് PSCയുടെ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ റെഡി ആവാൻ വേണ്ടി പോവാണ്. റെഡി ആയിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഒരുപാട് ഇടുന്ന ആളല്ല. ഇതിപ്പോൾ അമ്മ ഞാനിവിടെ വീട്ടിലാണ്, പൗഡറെല്ലാം അപ്പോൾ വീട്ടിലാണ്. അപ്പോൾ അമ്മ ഇവിടെ പൗഡറൊന്നും അങ്ങനെ മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു നൈസലിൻ്റെ ഒരു പൗഡറാണ്. ഇതിപ്പോൾ മുഖത്തിട്ടാൽ ചോറ് പിടിക്കുമെന്നൊന്നും അറിയത്തില്ല, ഞാനതങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഞാനത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമായിട്ട് പൗഡറും പോലും ഇട്ടിട്ടില്ല. പിന്നെ ഒരു പേഴ്സ് ഞാൻ എൻ്റെ ബാഗിൽ, അത് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതായത് ഞാനിങ്ങനെ മേക്കപ്പ് സാധനമൊന്നും കൊണ്ട് നടക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത്യാവശ്യം ഒരു പൊട്ടെങ്കിലും കുത്തണമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു പേഴ്സിൽ, ഒരു കൊച്ചു പേഴ്സിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് കൊണ്ടുപോകേണ്ട 2 ID കാർഡുണ്ട്. ID കാർഡും പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ, ഒരു പൊട്ട്, കറുത്ത ഈ ഒരു കുഞ്ഞു പൊട്ട്, ഈ ഒരു കറുത്ത കുഞ്ഞു പൊട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത്. പിന്നെ ഇതൊരു സിന്ദൂരമാണ്. ഇതങ്ങനെ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ സിന്ദൂരം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് പേഴ്സിലൊക്കെ ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു സ്റ്റിക്ക് പൊതുവേ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല. അഥവാ ഇടുന്നെങ്കിലും എനിക്ക് സിന്ദൂരമാണ് ഇഷ്ടം, ഈ ഒരു സ്റ്റിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഫേവറേറ്റ്, എൻ്റെ ക്യൂടെക്സിൻ്റെ സെയിം കളർ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ലിപ്സ്റ്റിക്ക് വേറൊരു കളറാണ്, ഇതാണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. മാഴ്സിൻ്റെ 12 ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഐലൈനർ, ഈ ഒരു കുഞ്ഞ് ഐലൈനർ ഡാസ്ലറിൻ്റെ, ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പേഴ്സിനകത്ത്. ഇത് മാത്രമേ അത്യാവശ്യം. അങ്ങനെ ഞാനൊരു വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കറുത്ത കുഞ്ഞിപ്പൊട്ട് വെച്ച് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇതും കൂടെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ വളരെ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ, ഭയങ്കര ഡാർക്കായിട്ടൊന്നും ഇടാറില്ല. അങ്ങനെ ലിപ്സ്റ്റിക്കും കഴിഞ്ഞു. ഇനി മുടി വേറെ ഒന്നുമില്ല, വേറെ ഒന്നും സ്റ്റൈൽ ചെയ്യാനൊന്നും പോകുന്നില്ല, വെറുതെ ഓപ്പണായിട്ട് ചീകിയിടും, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു ഡ്രസ്സും കൂടെ കാണിച്ചു തരാം. ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇവിടെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്, സ്റ്റോൺ വർക്ക് പോലെ, അതുപോലെ 2 കയ്യിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. ഡ്രസ്സ് ചേരുന്നുണ്ടോ, ഡ്രസ്സ് ഇഷ്ടമായോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ പരിപാടിയും, നമ്മുടെ മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഹെയറും കൂടെ ഒന്ന് ചീകിയിട്ടതിന് ശേഷം നമുക്ക് പോകാം. ഡ്രയറും സ്ട്രൈറ്റ്നറും അതുപോലെ ഉള്ളതൊന്നും പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം അത് ശരിയായ രീതിയിൽ കറക്റ്റ് നമ്മുടെ പാർലറിലുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മുടി ഒത്തിരി ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും യൂസ് ചെയ്യാറില്ല, പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്നാൽ നിങ്ങൾ ചോദിക്കും ഞാൻ അത്രയ്ക്ക് മുടി കെയർ ചെയ്യുന്ന ആളാണോ? എന്നാൽ അല്ല. കാരണം മുടി ഞാൻ ഹെയർ കളറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കളർ ഇതാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഈ വക പരിപാടികളൊന്നും ഉപയോഗിക്കാറില്ല എന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഹെൽമെറ്റ് ഒക്കെ വയ്ക്കുക. ഹെൽമെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമല്ല ആക്സിഡൻസും പല ഇൻസിഡൻസും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമല്ല, നമ്മൾ എത്ര സൂക്ഷിച്ച് പോയാൽ പോലും, ഇന്നലെയും 2 ദിവസം കൂടെ എനിക്ക് അങ്ങനെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര സൂക്ഷിച്ച്, എത്ര സ്ലോ ആക്കി, എത്ര സൈഡിൽ കൂടെ പോയാൽ പോലും എതിരെ വരുന്നവരോട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും റോങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്പീഡിൽ കയറി വരുന്നവർ മാത്രം മതി എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച്, സകല ദൈവങ്ങളെയും വിളിച്ചിട്ടൊക്കെയാണ് വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് എങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കുറേ ഒരു നമുക്ക് സേഫ്റ്റി തരുന്നുണ്ട് ഹെൽമെറ്റ്. അപ്പോൾ അതുകൊണ്ട് ആരും അതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.